Section C, question number 30. A room is in the form of a cylinder surmounted by a hemispherical dome. The base radius of the hemisphere is half of the height of the cylindrical part. If the room contains 1408 divided by 21 meter cube of air, find the height of the cylindrical part. Given. റൂമിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓഫ് റൂം ഈക്വൽ ടു 1048 by 21 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈക്വൽ ടു 2 times റേഡിയസ്. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈക്വൽ ടു 2 times radius of hemisphere. Let h be the height of the cylinder. Let r be the radius of the hemisphere. h is equal to 2r given. നമുക്ക് കണ്ടുപിടിക്കേണ്ട വോളിയം ഓഫ് ദ റൂം. ഈ റൂമിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയമാണ്. വോളിയം ഓഫ് റൂം ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് πr² ആണ് പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³. h ഈക്വൽ ടു 2 ആണ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. πr² ഇൻറ്റു 2r പ്ലസ് 2/3 πr³. h is equal to 2r. സിൻസ് വോളിയം ഓഫ് എ റൂം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് 140 divided by 21 ഈക്വൽ ടു ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ πr³ കോമൺ ആണ്, അത് പുറത്തെടുക്കുക. πr³ ഇവിടെ ബാക്കിയുള്ളത് 2 + 2/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു πr³ ഇൻറ്റു 6 + 2 divided by 3. ദാറ്റ് ഈസ് 1408 divided by 21 ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് 22/7 ആണ്. മൾട്ടിപ്ലൈ ബൈ r³ മൾട്ടിപ്ലൈ ബൈ 8/3. ഇതിൽ ഈ 21ഉം 3 7 3 × 7 21 അത് രണ്ട് കട്ടായി പോയി. അപ്പോൾ ബാക്കിയുള്ളത് 1408 ഈക്വൽ ടു 22 × 8 മൾട്ടിപ്ലൈ ബൈ r³. ദെയർഫോർ r³ ഈസ് ഈക്വൽ ടു 1408 divided by 22 × 8. ഇത് 11 ആണ്. 704 എന്ന് വരും. വീണ്ടും കട്ട് ചെയ്യാം. 7ൽ 2 എന്ന് പറയുന്നത് 3 ആണ്. ഇത് 352 എന്ന് വരും. ഇവിടെ 4 എന്ന് വരും. വീണ്ടും 2 പോകും. 176 എന്ന് വരും. വീണ്ടും ഇത് കട്ട് ചെയ്യാം. 8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 88 divided by 11 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. r³ ഈസ് ഈക്വൽ ടു 2³ ദെയർഫോർ r ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. r 2 ആണെങ്കിൽ h ഈസ് ഈക്വൽ ടു 2r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദെയർഫോർ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് 4 എന്നാണ് ആൻസർ.